ഹായ് ഓൾ. BGC 105 അമേരിക്കൻ ലിറ്ററേച്ചർ നമ്മൾ ഇപ്പം 4ാമത്തെ ബ്ലോക്കിലെത്തി നിൽക്കുകയാണ് അല്ലേ. സോ നമ്മൾ ഇതുവരെയുള്ള എല്ലാ യൂണിറ്റുകളും എല്ലാ ബ്ലോക്കുകളും നമ്മൾ ഇതിനോടകം തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മളെ ചാനലിലൊന്ന് പോയി കണ്ടു നോക്കട്ടോ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാമത്തെ ബ്ലോക്കിലുള്ള 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള എമിലി ഡിക്കൻസൺ എഴുതിയിട്ടുള്ള 3 പോയിംസിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് തുടങ്ങാം അല്ലേ. സോ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ റൈറ്ററിനെ കുറിച്ചിട്ട് നോക്കണം. എമിലി ഡിക്കൻസൺ അവരുടെ ഒരു ലൈഫ് സ്പാൻ എന്തായിരുന്നു, അതുപോലെ അവർ ഉപയോഗിച്ചിരുന്ന തീംസും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു, ചെറിയൊരു വിവരണം പോലെ നമുക്ക് നോക്കിയിട്ട് നേരെ നമുക്ക് പോയതിലേക്ക് പോകാം കേട്ടോ. 1830 മുതൽ 1886 വരെയാണ് അവരുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അത് വെറും ഒരു 56 ഇയേഴ്സ് മാത്രമേ അവർ ജീവിച്ചിരുന്നുള്ളൂ. ഇതൊരു ലേഡിയാണ് കേട്ടോ. വൺ ഓഫ് ദ അമേരിക്കൻ ഗ്രേറ്റസ്റ്റ് ലിറിക് പോയിറ്റ്സിൽ പെട്ട ഒരാളാണ്. അതുപോലെ തന്നെ അവരെന്താണ് ജീവിക്കാൻ ആഗ്രഹിച്ചത്, ഭയങ്കര പ്രൈവറ്റ് ആയിട്ട് ഭയങ്കര സോളിറ്ററി ആയിട്ടൊക്കെ ഉള്ളൊരു ലൈഫാണ് അവർ ആഗ്രഹിച്ചത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ലൈഫിൽ അവർ 1800ഓളം പോയിംസ് അവർ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അധികവും പബ്ലിഷ് ചെയ്തത് അവരുടെ മരണത്തിന് ശേഷമാണ്. അവരുടെ മരണത്തിന് ശേഷമാണ് അത് പബ്ലിഷ് ചെയ്തത് എന്നുള്ളതാണ്. അതുപോലെ ഭയങ്കര ഷോർട്ട് ആയിട്ടുള്ള പോയിംസ് ആയിരിക്കും അധികം ഉണ്ടാവുക. അതുപോലെ തന്നെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഡീപ്പ് ഇമോഷനിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്പിരിച്വൽ ആയിട്ടുള്ള റിഫ്ലക്ഷൻ വരുന്ന പോയിംസ് ആയിരിക്കും അധികം നമുക്ക് കാണാൻ പറ്റും അവരുടെ പോയിംസ് എടുത്ത് നോക്കിയാൽ. അതുപോലെ തന്നെ അവർ ജനിച്ചത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്യൂരിറ്റൻ ഫാമിലിയിലാണ്. സോ അവരുടെ ഒരു തീം തന്നെ ഓൾമോസ്റ്റ് അങ്ങനത്തെ ആളുകളുടെ തീമൊക്കെ ഓൾമോസ്റ്റ് സെയിം ആവാറുണ്ട്. സോ നമുക്ക് ഇവരുടെ തീമും അതുപോലെ തന്നെയാണ്. ഡെത്തിനെ കുറിച്ചിട്ട്, ഇമോർട്ടാലിറ്റിയെ കുറിച്ചിട്ട്, നേച്ചറിനെ കുറിച്ചിട്ട്, ലവിനെ കുറിച്ചിട്ട്, ഫെയ്ത്തിനെ കുറിച്ചിട്ട്, ദെൻ പെയിനെ കുറിച്ചിട്ട്, ജോയിനെ കുറിച്ചിട്ട്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അവരുടെയും തീമായിട്ട് വന്നിരുന്നത്. സോ ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കാം. നമ്മളൊരു ഏതൊരു പോയത്തിനെ കുറിച്ചിട്ടാണെങ്കിൽ നമ്മൾ ആദ്യം എഴുതുമ്പോൾ നമ്മൾ ആരെ കുറിച്ചിട്ട് എഴുതണം, അത് നമ്മൾ എഴുത്തുകാരനെ കുറിച്ചിട്ട് കൂടിയും ഒരു ചെറിയൊരു പാരഗ്രാഫെങ്കിലും നമ്മൾ ഉൾക്കൊള്ളിക്കാൻ നമ്മൾ ശ്രമിക്കണം. സോ അവരുടെ ഒരു സ്റ്റൈൽ എന്തായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക അവരുടെ ടേസ്റ്റ് എന്തായിരുന്നു നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് നോക്കിയിട്ടുള്ളത്. സോ നമുക്ക് ഫസ്റ്റത്തെ പോയമായിട്ടുള്ള ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്ന് പറയുന്ന ആ ഒരു പോയത്തിൻ്റെ സമ്മറിയിലേക്ക് പോവാം. ഇതൊക്കെ എന്താണ് ഡെത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഡെത്തിനെ കുറിച്ചിട്ടാണെങ്കിലും ഭയങ്കര മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. കൂടുതൽ ആലോചിച്ച് ബുദ്ധിമുട്ടാനൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള പോയാണ് കേട്ടോ. ഇത് ഒരു അറൗണ്ട് 1863 ആ ഒരു ടൈമിലാണ് കേട്ടോ ഇത് എഴുതിയിട്ടുള്ളത്. ഈ ഒരു പോയത്തിൻ്റെ തീം എന്ന് പറയുമ്പം ഡെത്തിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇമോർട്ടാലിറ്റിയെ കുറിച്ചിട്ടൊക്കെയാണ് കൂടുതലായിട്ട് പറയുന്നത് കേട്ടോ. സോ ഇതിൽ ഫുള്ളൊരു ഇമാജിനേഷനാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. അഥവാ ഒരു ഡെത്തിനെ എന്താണ് ഏറ്റവും നല്ലൊരു സുഹൃത്തായിട്ടുള്ള ഒരു കമ്പാനിയനായിട്ട് അവർ സങ്കല്പിക്കുകയാണ്. സോ അവരെന്താണ് നമ്മുടെ അവസാനത്തെ ജേണിയാണല്ലോ ഈ ഡെത്ത് എന്ന് പറയുന്നത്. ആ ഒരു ജേണിക്ക് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാഹനം കൊണ്ട് വരുന്നതും പിന്നീട് നമ്മൾ ആ ഒരു എറ്റേണിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നതുമായിട്ടുള്ള ഒരു സാങ്കല്പികമായിട്ടുള്ള ഫുള്ള് ഇമാജിനറി ആയിട്ടുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയാണ് കേട്ടോ ഇത്. നമ്മുടെ കവി ഒരിക്കലും മരണത്തെ എന്താണ് ഒരു ഭീകരമായിട്ടുള്ള ഒരു ജീവിയായിട്ടോ അല്ലെങ്കിൽ എന്താണ് ഭയങ്കര ക്രൂവലായിട്ടുള്ള ഒന്നായിട്ടോ അല്ല കാണുന്നത്. അവർ മരണത്തെ കാണുന്നത് ആസ് എ ജെന്റിൽമാൻ എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ ഒരു കാം ആയിട്ടുള്ള ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പേഴ്സോണിഫിക്കേഷനാണ് മരണത്തിന് അവർ കൊടുക്കുന്നത്. അഥവാ ഒരു നമ്മുടെ ആ ഒരു അടുത്തൊരു സുഹൃത്തായിട്ട് ആണ് നമ്മുടെ മരണത്തെ ഇവിടെ ചിത്രീകരിക്കുന്നത്. ഇതൊരു എന്താ പറയുക ജേർണി ഓഫ് ദ സോൾ എന്ന് പറയാം. ആ ഒരു രീതിയിലാണ് ഈ ഒരു ത്രൂ ഔട്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റുക. സോ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സമ്മറി നോക്കാം കേട്ടോ. സോ ഈ പോയം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് അവരുടെ ലൈഫിൽ ബിസി ആയിപ്പോയി എന്നാണ് പറയുന്നത്. നമ്മൾ പോയിട്ട് പറയാണ് അവരുടെ ലൈഫിൽ ബിസി ആയിപ്പോയി. സോ എന്താണ് മരണം എന്താണ് ഭയങ്കര കാമായിട്ട് ഭയങ്കര കൈൻഡായിട്ട് എന്താണ് അവരെ തേടി ഇങ്ങോട്ട് വന്നു, അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ അവിടെ ഡെത്തിന് എന്താണ് പേഴ്സോണിഫൈ ചെയ്യാണ്, ആരായിട്ട് ആസ് എ ജെന്റിൽമാൻ ആയിട്ട് പേഴ്സോണിഫൈ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര പൊളൈറ്റ് ആയിട്ടുള്ള ജെന്റിൽമാൻ ആയിട്ടാണ് കേട്ടോ. മരണത്തെ എന്താണ് സമയമില്ലാത്തപ്പോൾ മരണം ഇങ്ങോട്ട് എന്താണ് ഒരു വാഹനം വിളിച്ച് അവരുടെ അടുത്തേക്ക് എത്തുന്ന ആ ഒരു സീന് നമ്മൾ മനസ്സിൽ കാണാം കേട്ടോ. അതാണ് ഈ ഒരു പോയം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത്. അങ്ങനെ അവർ ആ വാഹനത്തിൽ കയറി. അപ്പം എന്താണ് അതിലാരുണ്ട്, തൻ്റെ സുഹൃത്തായിട്ടുള്ള മരണം ഡെത്ത് ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട് എറ്റേണിറ്റി, ഇതൊക്കെ ആ വാഹനത്തിലുണ്ട് എന്നാണ് പറയുന്നത്. അഥവാ ആ ഒരു എറ്റേണിറ്റിയിലേക്കുള്ളൊരു യാത്രയാണ് ഇതെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് പറയുന്നത്. അതുപോലെ ആ ഒരു എന്താ പറയുക കാരേജ്, ആ വാഹനം എങ്ങനെയാണ് പോകുന്നത്, ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്, ഭയങ്കര പീസ്ഫുൾ ആയിട്ടാണ് പോകുന്നത്. അഥവാ ഇവിടെ പറയുന്നത് എന്താണ് ഡെത്താണ് ഡെത്ത് ഈസ് പേഷ്യൻ്റ് എന്നാണ് പറയുന്നത്. ഡെത്തിന് എന്താണ് ഭയങ്കര ക്ഷമയുണ്ട്. അഥവാ ഡെത്തിൻ്റെ ഒരു മര്യാദനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. അഥവാ ഭയങ്കര കെയർഫുള്ളി ആയിട്ട് ഭയങ്കര ജെൻറ്റിലായിട്ടാണ് അവരെ ഡെത്ത് കൊണ്ടുപോകുന്നത്. ആ രീതിയാണ് ആ ഒരു ആ രീതിയാണ് ഇവിടെ പറയുന്നത്. ആ മരണത്തിൻ്റെ ആ ഒരു സ്വഭാവ സവിശേഷതയാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഡെത്ത് ബ്രിങ്സ് പീസ് എന്നാണ്. ഡെത്ത് എന്താണ് നമുക്ക് തരുന്നത്, സമാധാനം മാത്രമാണ്. എന്തിൽ നിന്നുള്ള സമാധാനമാണ്, നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഡ്യൂട്ടികളിൽ നിന്നുള്ളൊക്കെ എന്താണ് ഒരു സ്വാതന്ത്ര്യം നമുക്ക് എന്താണ് ഈ ഒരു മരണത്തിലൂടെ കിട്ടുക എന്നുള്ളതാണ് പറയുന്നത്. അതൊക്കെ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള മനോഹരമായിട്ടുള്ള രീതിയിൽ അവരുടെ ഒരു ഇമാജിനേഷൻ ആയിട്ടാണ് കേട്ടോ ഇത് പറയുന്നത്. സോ നമ്മൾ എന്താണ് ഇപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ.
ആ ഒരു ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സങ്കല്പം ഇങ്ങനെ ഉണ്ടായിരിക്കണം കേട്ടോ. സോ നമുക്ക് എന്താണ് ഇത് മനസ്സിലാക്കാനും മനസ്സിൽ നിന്ന് പോവാതിരിക്കാനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ആ ഒരു വാഹനം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആ ഒരു സമയത്തിൽ ഇവർ 3 കാഴ്ചകൾ കാണുന്നുണ്ട്. അവർ കാണുന്ന ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് ഒരു ഒരു ആദ്യമായിട്ടൊരു സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി. ആ ഒരു കുട്ടിയെയാണ് കാണുന്നത്. അഥവാ ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ പോയറ്റിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ചൈൽഡ്ഹുഡിനെ കുറിച്ചിട്ടാണ്. ആ ഒരു ലൈഫിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് അവർ കാണുന്നത് നല്ല വിളകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രെയിനിൻ്റെ ഒരു ഫീൽഡ്, ഒരു പാടം, ഒരു വയലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ആ പോയറ്റിൻ്റെ ഒരു യൗവന കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദെൻ അവർ പിന്നെയും സഞ്ചരിക്കുമ്പം എന്താണ്, അവർ പിന്നെ ഒരു 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 സൂര്യൻ്റെ അസ്തമയം കാണാണ്. അത് സൂചിപ്പിക്കുന്നത് എന്താണ്, അതെ, ഓൾഡ് ഏജിനെ അല്ലെങ്കിൽ ആ ഒരു മരണത്തിനോട് അടുത്തിരിക്കുന്ന ആ ഒരു സമയത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതൊക്കെ എന്താണ്, ഈ ഓരോ സിമ്പലും അല്ലെങ്കിൽ ഈ ഓരോ വേർഡുകളും എന്താണ്, ഓരോ കാലഘട്ടത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ ഓരോ എന്താണ് ലൈഫിൻ്റെ ഓരോ കാലഘട്ടത്തിനെയാണ് സിമ്പലൈസ് ചെയ്യുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അവർ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആ സൺസെറ്റ് കഴിഞ്ഞു. ദെൻ പിന്നീട് എന്താണ് കാണപ്പെടുന്നത്, അറ്റ്മോസ്ഫിയർ ഒക്കെ ഭയങ്കരം കോൾഡായിട്ട് ഭയങ്കരം ഡാർക്കായിട്ട് കാണപ്പെടുകയാണ്. അവൾക്ക് ഭയങ്കരം ഒരു തണുപ്പൊക്കെ തോന്നുകയാണ്. അവളാണെങ്കിൽ എന്താണ്, ഒരു നേർത്ത ഒരു വെളുത്ത വസ്ത്രം മാത്രമേ അവൾ ധരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അതൊരു സ്വപ്നം പോലെയും അവൾക്ക് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കവിക്ക് കേട്ടോ. നമ്മുടെ കവിക്ക് അത് അങ്ങനെ ഒരു സ്വപ്നം പോലെ തോന്നുന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു യാത്ര അവർ അവസാനിക്കുന്നത് ഒരു വീടിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ്. അത് എന്ത് എന്ത് തരത്തിലുള്ള ഹോമാണെന്നാണ് പറയുന്നത്, ഒരു ഒരു അവസാനത്തെ നമ്മുടെ പോയിറ്റിൻ്റെ അവസാനത്തെ ഒരു റെസ്റ്റ് പ്ലേസ് ആയിട്ട്, അഥവാ ഗ്രേവിനെയാണ് കേട്ടോ അവിടെ പറയുന്നത്. ആ ഗ്രേവിൽ എത്തുമ്പം ആ വാഹനം നിർത്തി അവർ അതിൽ നിന്ന് ഇറങ്ങാണ്. അങ്ങനെ അവർ മനസ്സിലാക്കുകയാണ് എന്ത്, ഇതാണ് എൻ്റെ അവസാനത്തെ റെസ്റ്റിംഗ് പ്ലേസ് എന്നും അവളെ മറമാടാൻ പെടുന്ന സ്ഥലം ആണ് ഇതെന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കുകയാണ്. അഥവാ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഹോമിനെ ഒരു എന്താണ്, അല്ല സോറി, നമ്മുടെ ഗ്രേവിനെ ഒരു ഹോമായിട്ടാണ് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു ഹോം എന്താണ്, പീസ്ഫുൾ ആണ്, ഭയങ്കര ക്വയറ്റാണ്, ദെൻ എറ്റേണൽ ആയിട്ടുള്ള ഒരു ഹോമാണെന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു പോയത്തിൻ്റെ അവസാനം നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, ഈ കവി പറയാണ്, ഈ ഒരു മരണം എന്താണ്, ഒരിക്കലും ഒരു അവസാനമല്ല. അഥവാ ഈ മരണത്തോടു കൂടെ ഒന്നും അവസാനിക്കുന്നില്ല. ഇതെന്താണ്, എറ്റേണൽ ലൈഫിൽ നമുക്ക് അനന്തമായിട്ടുള്ള ജീവിതം ഇനിയും ബാക്കിയാണ്. ആ ജീവിതത്തിലേക്കുള്ള ഒരു എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് മരണത്തെ ഇവിടെ അവർ ചിത്രീകരിക്കുന്നത്. മരണത്തോടെ എല്ലാം അവസാനിക്കും, ഈ മരണം എന്തോ ഒരു പേടിപ്പെടുത്തുന്ന സംഭവമാണ് എന്നൊക്കെ വിചാരിക്കുന്ന നമ്മളുടെ ഇടയിലേക്ക് എന്താണ്, മരണം എന്താണ്, നമ്മുടെ ആത്മാർത്ഥ സുഹൃത്താണ്. ആ ഒരു മരണം എന്താണ്, അതിൽ ഒന്നും അവസാനിക്കുന്നില്ല. അതെന്താണ്, നമ്മുടെ ഒരു എന്താണ് ഇമ്മോർട്ടൽ ആയിട്ടുള്ള ലൈഫിലേക്ക്, എറ്റേണൽ ആയിട്ടുള്ള ലൈഫിലേക്കുള്ള ഒരു കാൽച്ചുവട്ട് വെപ്പ് മാത്രമാണ് എന്നാണ് നമ്മുടെ കവി ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മളങ്ങനെ ആദ്യം പറഞ്ഞു, നമ്മൾ കവിക്ക് എന്താണ് തിരക്കായതുകൊണ്ട് മരണം ഇങ്ങോട്ട് ഭയങ്കര ജെന്റിലായിട്ട് ഇങ്ങോട്ട് തേടി വന്നു. അങ്ങനെ മരണത്തിൻ്റെ കൂടെ ആ വാഹനത്തിൽ കയറി നമ്മൾ എവിടെ എത്തി, ആ ഗ്രേവിലെത്തി. അവർ പോകുന്ന വഴിക്ക് എന്താണ്, ചൈൽഡ്ഹുഡ്, അതുപോലെ തന്നെ എന്താണ് ഫീൽഡ്, അതുപോലെ എന്താണ് ഓൾഡ് ഏജ്, ഈ ഒരു മൂന്ന് കാലഘട്ടത്തിലൂടെയും കടന്നു പോയിട്ട് അവസാനം എവിടെ എത്തി, യെസ്, ആ ഗ്രേവ് എന്ന് പറയുന്ന അവസാനത്തെ പീസ് ഹോമായിട്ടുള്ള ആ ഒരു ഗ്രേവിലെത്തി. അങ്ങനെ എന്താണ് അവർ അവിടെ അവസാനത്തെ എറ്റേണൽ ആയിട്ടുള്ള ലൈഫിലേക്ക് അവരങ്ങനെ പ്രവേശിക്കുകയാണ് എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഈ ഒരു പോയം അവസാനിക്കുന്നത്. സോ എന്താണ്, മരണം ഒരിക്കലും എന്താണ്, ഡെത്ത് ഈസ് നോട്ട് ദ എൻഡ് എന്നാണ് പറയുന്നത്. എന്താണ്, ഇത് പാസേജ് ടു ദ എറ്റേണൽ ലൈഫ്, ആ ഒരു എറ്റേണൽ ലൈഫിലേക്കുള്ള ഒരു വഴി മാത്രമാണ് എന്ത്, ഈ ഒരു ഡെത്ത് എന്ന് പറയുന്നത്. അതോടുകൂടെയാണ് ഈ ഒരു പോയം അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് ഇതിൻ്റെ തീംസിലേക്ക് പോകാം. തീംസിൽ വരുന്നത് ദ അക്സെപ്റ്റൻസ് ഓഫ് ഡെത്ത്, മരണത്തെ അംഗീകരിക്കൽ, അത് ഒരു തീമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പാസേജ് ഓഫ് ലൈഫിൻ്റെ പല എന്താ പറയുക പാസേജുകൾ പറയുന്നുണ്ട്. അതുപോലെ ഡെത്ത് ആസ് എ ജേണി, ആ ഒരു മരണത്തെ എന്താണ്, ഒരു യാത്ര പോലെ, ഒരു ജേണി പോലെയാണ് നമ്മുടെ ഈ ഒരു ത്രൂ ഔട്ട് ഈ പോയത്തിൽ പറയുന്നത്, അത് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ കാര്യമായിട്ട് തീംസ് ആയിട്ട് വരുന്നത് കേട്ടോ. അതുപോലെ അതിൻ്റെ പോയറ്റിക് ഡിവൈസസ് നോക്കുകയാണെങ്കിൽ പേഴ്സോണിഫിക്കേഷൻ, ഡെത്തിന് എന്താണ്, ഒരു ഹ്യൂമൺ ആയിട്ടാണ് ഇവിടെ പേഴ്സോണിഫൈ ചെയ്തിട്ടുള്ളത്, അത് പറയുന്നുണ്ട്. അതുപോലെ ഒരുപാട് സിമ്പിൾസ്, ഇമേജറീസ്, ഇതൊക്കെ നിറഞ്ഞതാണ് കേട്ടോ ഈ ഒരു പോയം. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയത്തിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ. ഇനി നമുക്ക് നെക്സ്റ്റ് പോയം നോക്കാം. ഇനി അവരുടെ രണ്ടാമത്തെ പോയമായിട്ടുള്ള എ തോട്ട് വെന്റ് അപ്പ് മൈ മൈൻഡ് ടുഡേ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പോയം, അതിനെ കുറിച്ചിട്ട് നോക്കാം നമുക്ക്. ഇതൊരു എന്താ പറയുക, നേരത്തെ പറഞ്ഞതുപോലെ അത്രയും രസകരമായിട്ടുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു നമ്മുടെ ഒരു മൈൻഡ്, എന്നാൽ നമുക്ക് പലപ്പോഴും അനുഭവമുള്ളതായിട്ടുള്ള, നമുക്ക് വാക്കുകളിലൂടെ ഒരുപാട് ഇതിനെക്കുറിച്ചിട്ട് വിവരിച്ച് പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അനുഭവമുള്ളതായിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗം പോലെയാണ് ഈ ഒരു കവിത പറയുന്നത്. അഥവാ നമ്മുടെയൊക്കെ മൈൻഡിൽ ചിലപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പണിയെടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ചില ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ വരും. പക്ഷെ ആ ചിന്ത എവിടുന്നാ വന്നതെന്നോ, അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് പോവുകയും ചെയ്യും. അപ്പം അതെങ്ങോട്ടാ പോയതെന്നോ അങ്ങനത്തെ ഒരു വിവരം നമുക്കുണ്ടാവില്ല. പെട്ടെന്ന് വരിക, അതുപോലെ തന്നെ അത് അപ്രത്യക്ഷമാവുകയും ചെയ്യും. ആ ഒരു നമ്മുടെ ഒരു കോൺഷ്യസ് മൈൻഡ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ്, ഇതിൻ്റെയൊക്കെ ഉള്ള ഒരു ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് അവർ ഈ ഒരു
ഒരു കവിതയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. സോ നമുക്കിങ്ങനെ നോക്കാം എന്താണെന്നുള്ളത്. അഥവാ അവർ പറയുന്നത് ഒരു തോട്ട് അവരുടെ മൈൻഡിലേക്ക് വന്നിരുന്നു. പക്ഷെ ആ ഒരു തോട്ട്, ആ ഒരു മെമ്മറി അവർക്ക് ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അഥവാ അവിടെ പറയുന്നത് നമ്മുടെ മറന്നു പോയിട്ടുള്ള ഒരു ചിന്തന്റെ ഒരു തിരിച്ചുവരവിനെ കുറിച്ചാണ്. ഇന്ന് ഒരു കവിയുടെ മനസ്സിലൊരു ചിന്ത ഉയർന്നു വന്നു. ഈ ഒരു സെയിം ചിന്ത അവരുടെ മൈൻഡിൽ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. പക്ഷെ അതെന്താണ് കൃത്യമായിട്ട് അവർക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അത് നമുക്കും അങ്ങനെ ഊഹിക്കാം. ചില സംഭവങ്ങൾ നമുക്കും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ട് അത് ഓർമ്മ ഉണ്ടാവുമോ? ഇല്ല. അത് ആ ഓർമ്മ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അതുപോലെ തന്നെ അത് പിന്നെ പോവുകയും ചെയ്യും. ഈ ഒരു മനസ്സിന്റെ ഒക്കെ ഒരു ആ ഒരു നമുക്ക് പറഞ്ഞു തരാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടല്ലോ. മനസ്സിൻ്റെയൊക്കെ ഒരു അനിശ്ചിതത്വം എന്നൊക്കെ പറയാം. നമ്മുടെ ഓർമ്മകൾക്കും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അനിശ്ചിതത്വം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഞാൻ പറഞ്ഞാൽ അത് ഒരുപാട് നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു തീമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ നമുക്കൊക്കെ ഇങ്ങനത്തുള്ള മൈൻഡ് ചെറിയൊരു സംഭവമാണ്. നമ്മുടെ മൈൻഡ് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരികയും അതുപോലെ തന്നെ അത് മറിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു നമുക്കെന്താണ് നമ്മൾ തന്നെ ചിലപ്പോൾ എന്താണ് കോൺഷ്യസ് മൈൻഡ് ആവും, ചിലപ്പോൾ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ആവും. എന്താണ് ഇതിനൊന്നും അനിശ്ചിത ഉള്ളതല്ല, ഒക്കെ എന്താണ് അനിശ്ചിതത്വമാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതാണ് അവർ പറയുന്നത്. ഒരു ചിന്ത തൻ്റെ അടുത്തേക്ക് വന്നു. ആ ചിന്ത ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. പക്ഷെ അത് എന്തിനാണ് വന്നതെന്നോ എന്നാണ് വന്നതെന്നോ കൃത്യമായിട്ട് അവർക്ക് ഓർക്കാൻ പറ്റുന്നില്ല. പക്ഷേ തൻ്റെ എന്താണ് ആത്മാവിൽ എവിടെയോ ആ ഒരു കാര്യത്തെക്കുറിച്ച് മുമ്പ് കണ്ടിട്ടുണ്ട് എന്നുള്ളത് കവിക്ക് ഉറപ്പുന്നുണ്ട്. അഥവാ മനുഷ്യന്റെ ഓർമ്മശക്തിയും അതുപോലെ തന്നെ ചിന്തകളും അതിൻ്റെയൊക്കെ ഒരു എന്താ ക്ഷണികത അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിടികിട്ടാത്ത ഒരു സ്വഭാവം, അതിനൊക്കെയാണ് ഇവിടെ കവി തുറന്നു കാട്ടുന്നത്. അതുതന്നെയാണ് ഈ കവിതൻ്റെ ആ ഒരു തീം എന്ന് പറയുന്നതും. നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു ചിന്ത അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മ നമ്മളെ മനസ്സിൽ കിടന്നു കാണ്ട് ഇങ്ങനെ ഇളകി മറിയും, മിന്നി മറിയും. പക്ഷേ പൂർണ്ണമായിട്ട് അത് ഓർമ്മിക്കാൻ പറ്റൂല, അത് വിശദീകരിക്കാൻ പറ്റൂല. പക്ഷെ അതിന് മുമ്പ് തിരിച്ചു പോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു പ്രത്യേകം അനുഭവം കവിക്ക് ഉണ്ടായതായിട്ട് എന്താണ് ഭയങ്കര സിമ്പിളായിട്ട് അവർ ഈ ഒരു കവിതയിലൂടെ പറയുകയാണ് ചെയ്യുന്നത്. അവർ പറയുന്നത് സം തോട്ട്സ് ആർ ബിയോണ്ട് ലാംഗ്വേജ്. ചില ചിന്തകൾ എന്താണ് നമുക്കെന്താണ് വാക്കുകൾക്ക് അതീതമാണെന്ന് പറയൂലേ, അതുപോലെയാണ് നമ്മുടെ ആത്മാവിനെയും തൊട്ടുണർത്തും. പക്ഷെ എന്താണ് ഒരിക്കലും അത് മറ്റുള്ളവർക്ക് നമുക്ക് വിവരിച്ചു കൊടുക്കാൻ പറ്റൂല, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനോ ഡിഫൈൻ ചെയ്ത് കൊടുക്കാനോ പറ്റൂല. അങ്ങനത്തെ ആ ഒരു ചിന്തനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അഥവാ തോട്ടിന്റെ ഒരു ഫ്ലീറ്റിംഗ് നാച്ചർ അവര് ചില ഒരു വിസ്പേഴ്സ് ഓഫ് മെമ്മറി ആയിട്ട് നമ്മളെ മൈൻഡിലേക്ക് വരും ചെയ്യും. അതുപോലെ തന്നെ അതെന്താവും ഡിസപ്പിയർ ആവും ചെയ്യും. ആ ഒരു തോട്ടിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മെമ്മറിയുടെ ആ ഒരു സ്ഥിരത ഇല്ലാത്ത ഒരു സ്വഭാവം, അതിനെയാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പോയം എക്സ്പ്ലോർ ചെയ്യുന്നത് ദ മിസ്റ്ററി ഓഫ് മെമ്മറി ആൻഡ് കോൺഷ്യസ്നെസ് ആണ്. നമ്മുടെ ആ ഒരു ചിന്തയും അതുപോലെ തന്നെ നമ്മളെ കോൺഷ്യസ് ആയിട്ടുള്ള ആ മൈൻഡ്, അതുപോലെ തന്നെ സബ് കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡും, ഇതൊക്കെയാണ് പകുതി ഓർമ്മ മാത്രമുള്ള ചിന്തകൾ, പകുതി ഓർമ്മയുള്ള ചിന്തകൾ. അതന്നെ അതിനെന്താണ് വിവരിച്ച് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അത് പകുതി ഓർമ്മയുള്ള എന്താണ് നമുക്കത് എന്താണോ എങ്ങനെയാണോ എന്നൊന്നും ഓർമ്മയില്ലെങ്കിലും പക്ഷെ ആ ചിന്ത നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരും. അത് പിന്നീട് ഡിസപ്പിയർ ആവും ചെയ്യും. അഥവാ ഒരു തരം ഗോസ്റ്റ് ഓഫ് മെമ്മറി എന്നുള്ള രീതിയിലാണ് കവി ഇവിടെ പറയുന്നത്. അത്രയേ ഉള്ളൂ കേട്ടോ ഒരു പോയം. ഞാൻ ചെറിയ രീതിയിൽ മാത്രം തീമുള്ള ഒരു പോയാണ് കേട്ടത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ആകെ കൺഫ്യൂഷൻ ആക്കിയോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരു ഒറ്റ വാക്കിൽ ഇതിൻ്റെ ഒരു പറയുകയാണെങ്കിൽ ദ പോയം എക്സ്പ്രസസ് ബോത്ത് ക്യൂരിയോസിറ്റി ആൻഡ് അക്സെപ്റ്റൻസ് അബൌട്ട് ദ ലിമിറ്റ്സ് ഓഫ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്. ഈ ഒരു ഒറ്റ വേർഡ് മാത്രം നിങ്ങൾ ഓർത്ത് വെക്കുക. അതെന്താണ് എന്താ പറയുന്നത്, നമ്മൾ ഈ ഒരു പോയം എക്സ്പ്രസ് ചെയ്യുന്നതാണ് ക്യൂരിയോസിറ്റി എക്സ്പ്രസ് ചെയ്യുന്നതോടൊപ്പം തന്നെ അക്സെപ്റ്റൻസ് ചെയ്യുന്നുണ്ട്. എന്തിന്? ഹ്യൂമൻ ലിമിറ്റ്സിനെ. അഥവാ മനുഷ്യന്മാർക്ക് എന്താണ് ഈ ചിന്തകളെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളോട് ചോദിച്ചിട്ടാണോ പല ചിന്തകളും നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്? അല്ല. നമ്മളോട് ചോദിച്ചിട്ടാണോ അവർ പടിയിറങ്ങി പോകുന്നത്? അതുമല്ല. അപ്പോൾ എന്താണ് മനുഷ്യന്മാർക്ക് എന്താണ് ചിന്തിക്കുന്നതിനൊക്കെ എന്താണ് പൂർണ്ണമായിട്ടും അവരെ നിയന്ത്രിക്കാൻ, ചിന്തകളെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ ആർക്ക് കഴിയില്ല? മനുഷ്യന്മാർക്ക് കഴിയില്ല. ആ ഒരു മെൻറ്റാലിറ്റി, അതിൻ്റെ ഒരു ലിമിറ്റ്സിനെയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ മനുഷ്യന്മാർക്ക് എന്താണ് നമുക്കൊരു അവബോധനം നൽകുകയാണ്. എന്തിന്? നമുക്കെന്താണ് എല്ലാം കഴിയുമെന്ന് പറയുമ്പോഴും എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ മൈൻഡ് ആയിട്ടുള്ള നമ്മൾ അതിൻ്റെ ചിന്തകളെ പോലും നമുക്ക് ശരിക്കും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അത് ശരിക്കും നമുക്ക് ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഇതിലൂടെ തരികയാണ് ചെയ്യുന്നത്. ഇപ്പം മനസ്സിലായല്ലോ? സോ അത്രയേ ഉള്ളൂ, അത് മാത്രം ഓർത്ത് വെക്കുക. പിന്നെ ഇതിൻ്റെ തീംസ് ആയിട്ട് വരുന്നത് എന്താണ്? മെമ്മറി ആൻഡ് ഫോർഗെറ്റ്ഫുൾനെസ്. എന്താണ് നമ്മുടെ ഓർമ്മയും അതുപോലെ തന്നെ എന്താണ് ആ ഒരു മറവിയും. പിന്നെ മൈൻഡ്സ് മിസറി, മൈൻഡിൻ്റെ ഒരു തരം ഒരു മിസറി ആയിട്ടുള്ള ഒരു നിഗൂഢമായിട്ടുള്ള സ്വഭാവം. അതുപോലെ തന്നെ ഇന്നർ ലൈഫ് ഓഫ് ദ മൈൻഡ്, നമ്മളെ മനസ്സിലുള്ള അതിൻ്റെ ഒരു ഇന്നർ ലൈഫ്, അതിനെ കുറിച്ചിട്ട് അതൊക്കെയാണ് കാര്യമായിട്ട് ഇതിൽ തീമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയത്തിനെ കുറിച്ചിട്ട് പറയാൻ. സോ നമുക്ക് ഇനി അവരുടെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് പോയത്തിലേക്ക് പോകാം. ദറ്റ് സെറ്റ്സ് എ തിങ് സിഗ്നിഫിക്കൻറ്റ് എന്ന് പറയുന്നത്. അഥവാ ഇതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കൂടുതൽ ഇമോഷണലി കണക്ട് ആക്കാൻ പറ്റുന്ന ഒരു തീമാണ് ഇതിൽ വരുന്നത്.
എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മളെ അടുത്ത ഏറ്റവും അടുത്ത ഒരാൾ മരണപ്പെടുകയാണ്. സോ അവരുടെ എന്താണ് ജീവിതത്തിലുണ്ടായിട്ടുള്ള നിസ്സാര കാര്യങ്ങൾ, അതുപോലെ തന്നെ അവർ അവസാനം ചെയ്തു വെച്ച കാര്യങ്ങൾക്കൊക്കെ എന്താണ് പിന്നീട് നമ്മൾ അവരുടെ ഉപയോഗിച്ച സാധനങ്ങളായിക്കോട്ടെ, അവർ ചെയ്തിരുന്ന ജോലി ആയിക്കോട്ടെ, അതിനൊക്കെ എന്താണ് നമ്മൾ അത്രയും എന്താ പറയുക, ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഇതിലൂടെ നമുക്ക് പിന്നെ അതിനൊക്കെ കാണാൻ പറ്റുക. അഥവാ ഭയങ്കര സ്നേഹത്തോടെയും ഭയങ്കര ആദരവോട് കൂടിയിട്ടാണ് അവരുടെ അവസാനത്തെ ആ ശേഷിപ്പുകളൊക്കെ നമ്മൾ കാണുക എന്നുള്ളതാണ്. അഥവാ ഈ ഈ ഈ ഒരു അഥവാ മരണത്തിന് ശേഷം അഥവാ മരണം എന്താണ് നമ്മുടെ ചിന്തയെ തന്നെ മാറ്റുന്നു എന്നുള്ളതാണ്. ആ സാധനങ്ങളൊക്കെ ഓൾറെഡി അവിടെ ഉള്ളതാണ്. പക്ഷേ ആ വ്യക്തിയുടെ മരണമാണ് നമ്മൾക്ക് ആദ്യം നമുക്ക് എന്താണ് അവരുടെ ഇപ്പം ഒരാള് വിറക് കൊത്തി അയാൾ മരിക്കുന്നതിന് മുമ്പ് അയാൾ അവസാനം ചെയ്ത ജോലിയാണ് വിറക് കൊത്തുക. പക്ഷേ ആ വിറക് കൊത്തിയിട്ട് മുഴുവനായിട്ടില്ല. അതിന് മുമ്പ് അദ്ദേഹം മരിക്കാണ്. ആ വിറക് അതിന് മുമ്പ് അവിടെ ഉള്ളതാണ്. പക്ഷേ നമ്മൾ ആ ഒരു വ്യക്തിയുടെ മരണശേഷം നമ്മൾ ആ വിറകിന് എന്താണ് ഭയങ്കര ബഹുമാനത്തോടെ അദ്ദേഹം അവസാനം ചെയ്തിരുന്ന ജോലി എന്നുള്ള നിലക്ക് നമ്മളെന്താണ് അത്രയും ബഹുമാനത്തിലൂടെയല്ലേ നമ്മൾ അവരെ ആ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ കാണാം. അതാണ് ഇവിടെ പറയുന്നത് എന്താണ് മരണത്തിന് ശേഷമാണ് എന്താണ് ചില സാധനങ്ങൾക്ക് എന്താണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൈവരുന്നത് എന്നുള്ളതാണ് നമ്മുടെ കവി പറയുന്നത്. നമുക്കൊക്കെ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ നമ്മുടെ ഒരു ഫാമിലിയിലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ഒരാൾ മരിക്കുകയാണെങ്കിൽ നമുക്കറിയാലോ അവരുടെ അവർ ചെയ്തിരുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ നോട്ടങ്ങൾ, അവർ അവിടെ ജസ്റ്റേഴ്സ് പോലും നമുക്കെന്താണ് അത് പിന്നീട് എന്താണ് അത് ഓർക്കുമ്പോൾ നമുക്കെന്താണ് ഇമോഷണലി എന്താവും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്താണെന്നുള്ളത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ സ്റ്റഡിയിലോട്ട് പോവാം. അഥവാ ആദ്യം തന്നെ ഈ ഒരു പോയതിൽ ആദ്യം തന്നെ പറയുന്നതാണ് മരണം എന്തിനാണ് ഡെത്ത് എന്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അഥവാ നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ നമ്മളൊരു മൈൻഡും കൊടുക്കാത്ത കാര്യങ്ങൾക്കാണ് മരണം എന്താണ് അത്രയും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അഥവാ ഒരു വ്യക്തി മരിക്കുമ്പോൾ എന്താണ് അവരുടെ അവശേഷിപ്പുകൾ അവരുടെ അവശേഷിപ്പുകൾ എന്താണ് നമ്മളോട് എന്താണ് അവരോട് സൗമ്യമായിട്ട് ഇടപഴകാൻ എന്താണ് നമ്മൾ തയ്യാറാവുന്നു, അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. അഥവാ ആ വ്യക്തിയുടെ വസ്തുക്കൾ എന്താണ് നമ്മൾ അത്രയും സ്നേഹത്തോടെയും ആദരവോടെയും കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അതിന് മുമ്പ് ആ സാധനം അവിടെയെങ്കിലും ഉണ്ടെങ്കിലും പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് നമുക്ക് എന്താണ് ആ ഒരു സാധനത്തിൻ്റെ അത്രയും മൂല്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കവി പറഞ്ഞു തരുന്നത്. അഥവാ അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് പൂർത്തിയാക്കാതെ ജോലി, അൺഫിനിഷ്ഡ് ആയിട്ടുള്ള വർക്കുകൾ, അഥവാ അദ്ദേഹം തന്നെ കൈക്കൊണ്ട് അവസാനം ചെയ്തിട്ടുള്ള ഒരു ജോലി എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് കാണുന്നത്. അഥവാ പിന്നെ നമ്മൾ ആലോചിക്കും അദ്ദേഹം ഇപ്പോൾ വിറക് കൊത്തിയിരുന്നല്ലോ, എത്ര പെട്ടെന്നാണ് അദ്ദേഹം മരിച്ചു പോയത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. ആ ഒരു രീതിയാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ പണി അവർ ചെയ്തിരുന്ന ജോലി എന്താണ് പാതിയിൽ വെച്ച് നിർത്തിവെച്ചു. പിന്നെ നമ്മളെന്താണ് ആ ഓർമ്മകളൊക്കെ എന്താണ് നമ്മൾ ഇപ്പം അദ്ദേഹം തുന്നിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടെങ്കിൽ ആ തുന്നിപ്പിൻ്റെ ശേഷിപ്പോൾ നമ്മളെന്താണ് അലമാരയിലെടുത്ത് നമ്മൾ പൂട്ടി വെക്കും. അഥവാ അത്രയും മൂല്യപ്പെട്ട ഒരു സാധനമായിട്ട് അത് പിന്നീട് മാറുകയാണ് ചെയ്യുന്നത്. അഥവാ ആ ഒരു സാധനത്തിൻ്റെ മൂല്യം വർദ്ധിക്കുന്നത് എന്താണ് അവരുടെ മരണശേഷമാണ് എന്നുള്ളതാണ്. അഥവാ ഇതിൽ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, നമ്മുടെ കവി തന്നെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. തൻ്റെ ഫ്രണ്ട് എന്താണ് തനിക്ക് ഒരു പുസ്തകം തന്നു, പക്ഷെ അതിലൊക്കെ പ്രധാന ഭാഗങ്ങൾ അവർ അടിവരയിട്ട് വെച്ച് തന്നിരിക്കുന്നു. പക്ഷേ ആ ഫ്രണ്ടിൻ്റെ മരണശേഷം എന്താണ് ആ ഓരോ അടിവരയിട്ട ഭാഗങ്ങളും എന്താണ് നമുക്ക് വായിക്കാൻ പറ്റില്ല. അതിനു മുമ്പ് എന്താണ് നമ്മുടെ നമ്മുടെ അത്രയും വിഷമം കാരണം എന്താണ് നമ്മൾ കണ്ണുനീർ പോലും നമ്മളെ വായനയെ തടസ്സപ്പെടുത്തും എന്നുള്ളതാണ് നമ്മുടെ കവി പറയുന്നത്. അഥവാ നഷ്ടപ്പെട്ട ജീവിതം എപ്പോഴും വിലയേറിയതാണ്. ആ ദുഃഖം എന്താണ് നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കവി അവസാനം പറഞ്ഞു വെക്കുന്നത്. ആണ് ഈ ഒരു കവിതയുടെ മെയിൻ ആയിട്ടുള്ള ഇതിവൃത്തം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, സ്റ്റോപ്ഡ് സ്റ്റിച്ചേഴ്സ് ബ്യൂട്ടിഫുള്ളി ക്യാപ്ചേർഡ് എൻഡ് ഓഫ് ലൈഫ്, എവറി മാർക്ക് ഓഫ് ദ ഫ്രണ്ട് ബിക്കെയിംസ് ഇമോഷണലി ചാർജ്ഡ്, ഈവൻ ദ സ്മോളസ്റ്റ് ജസ്റ്റേഴ്സ് ടേൺസ് മീനിങ് ആഫ്റ്റർ ഡെത്ത്. അവരുടെ ചെറിയ ചലനങ്ങൾ പോലും എന്താണ്, അല്ലെങ്കിൽ ആ ജസ്റ്റേഴ്സ് പോലും എന്താണ് നമുക്ക് മീനിങ് ഫുൾ ആയിട്ട് തോന്നുന്നപ്പോഴാണ് ആഫ്റ്റർ ഹിസ് ഡെത്ത്, അവരുടെ മരണശേഷമാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഒറ്റ വാക്കിൽ ഇതിൻ്റെ തീം പറയുകയാണെങ്കിൽ എന്താ പറയാം, ഡെത്ത് ചേഞ്ചസ് ഹൗ വി സീ തിങ്സ്. ആരാണ് നിയന്ത്രിക്കുന്നത്? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം, നമ്മൾ വെറുതെ കണ്ണോടിച്ചു കൊണ്ടിരിക്കുന്ന സാധനങ്ങൾക്കാണ് പിന്നീട് അത്രയും അമൂല്യമായിട്ടുള്ള മൂല്യം കൈവരുന്നത്. സോ നമുക്കെന്താണ് ആ മൂല്യം കൈവരാൻ കാരണം ആരാണ്? ഡെത്താണ്. മരണമാണ് ആ വസ്തുക്കളെ മൂല്യമുള്ളതാക്കി മാറ്റുന്നത് എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. അതുപോലെ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു തീം, ഒരു സമ്മറി എന്ന് പറയുകയാണെങ്കിൽ. ഇതിൽ വരുന്ന തീംസ് എന്തൊക്കെയാണ്? ദ പവർ ഓഫ് ഡെത്ത്. ആ ഡെത്തിൻ്റെ പവർ എന്താണ്? അഥവാ നമ്മൾ കാണുന്ന കാഴ്ചകൾ പോലും പിന്നീട് എന്താണ് അത്രയും മൂല്യമുള്ളതായി മാറണമെങ്കിൽ അത്രയും പവർ ആർക്കുണ്ട്? നമ്മുടെ ഡെത്തിനുണ്ട് എന്നുള്ളതാണ്. അതുപോലെ മോർണിംഗ് ആൻഡ് മെമ്മറി, നമ്മുടെ ആ വിഷാദവും അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മകളും, അതുപോലെ തന്നെ പോയിഗ്നൻസ് ഓഫ് ദ അൺഫിനിഷ്ഡ്, നമ്മൾ അവർ നിർത്തിവെച്ച വർക്കുകളിൽ നമ്മൾ കാണുന്ന ആ ഒരു എന്താ പറയുക, നമുക്ക് അത്രയും എന്താ പറയുക, അത്രയും ബഹുമാനം തോന്നുന്ന അല്ലെങ്കിൽ അത്രയും ആദരവോടെ നമ്മൾ കാണുന്ന അവരുടെ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള വർക്കുകൾ, ഇതൊക്കെയാണ് ഇതിൽ കാര്യമായിട്ട് തീമായിട്ട് വരുന്നത് കേട്ടോ. സോ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ഫുൾ ആയിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ.